വേറൊരാളിനെ അനുകരിക്കാൻ കഴിയാത്ത നർമ്മരസം തുളുപ്പി നിൽക്കുന്ന അതിചടുലമായ ഒരു ശൈലിയുടെ ഉടമയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താന്റെ രചനകളുടെ മുഖമുദ്ര. ലളിതമായ ഭാഷ കൊണ്ട് ഗൗരവമുള്ള ആശയം പറഞ്ഞതെന്ന മലയാളത്തിലെ നക്ഷത്രശോഭയുള്ള സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ച് സ്വന്തക്കാരുടെയും കുടുംബക്കാരുടെയും സ്നേഹവും പരിഭവവും പരാതികളും ആ ജീവിതത്തെ ഒരു മനുഷ്യസ്നേഹിയാക്കി മാറ്റിയ ഘടകങ്ങളായിരുന്നു. അതിബൃഹത്തായ അനുഭവ സമ്പന്നതയും അതിസൂക്ഷ്മമായ നിരീക്ഷണ പാഠവും സവിശേഷ ശൈലീ വിശേഷവും ഒത്തുചേർന്നപ്പോൾ അദ്ദേഹം മലയാളത്തിലെ തനിമയുള്ള എഴുത്തുകാരനായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുഷ്പ്രവണതകളും കൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന സ്വസമുദായത്തിന്റെ ജീർണതകൾ തുറന്നു കാണിക്കാൻ ബഷീർ മടിച്ചില്ല. നാട്ടുമ്പുറ കഥാപാത്രങ്ങളുടെ സ്വതസിദ്ധ ശൈലിയിലൂടെ നാട്യങ്ങൾ ഏതുമില്ലാതെ പച്ചയായി അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ഓർമ്മപ്പെടുത്തലുകളായി. ഇന്നും തെളിമയോടെ തിളക്കത്തോടെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തവ കറങ്ങി നടക്കുന്നു. ചാട്ടുകുളി പ്രയോഗം കൊണ്ട് ആക്ഷേപഹാസ്യത്തിന്റെ തെളിമ വിതറുന്നു. ഉമ്മയോടും സഹോദരീ സഹോദരന്മാരോടും വളരെയേറെ സ്നേഹം കോരിച്ചൊരിഞ്ഞ കഥാകാരൻ കൂടിയാണ് ബഷീർ. കുട്ടികളോട് ഒരു പ്രത്യേക വാത്സല്യം തന്നെ അദ്ദേഹം കാണിച്ചിരുന്നു. പൊങ്ങച്ചത്തെയും ആഡംബരത്തെയും അദ്ദേഹം വെറുത്തിരുന്നു. ദാരിദ്ര്യം അനുഭവിച്ചവനിൽ നിന്ന് മാത്രമേ സ്നേഹവും കാരുണ്യവും ഒലിച്ചിറങ്ങുകയുള്ളൂ എന്ന് ബഷീർ മനസ്സിലാക്കിയിരുന്നു. ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, പ്രേമലേഖനം, ആനവാരിയും പൊൻകുരിശും, മാന്ത്രികപ്പൂച്ച, മതിലുകൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ തുടങ്ങി ഈടുവയ്പ്പുകളായി മാറിയ എത്രയെത്ര സർഗസൃഷ്ടികൾ അദ്ദേഹത്തിൽ നിന്നും മലയാള സാഹിത്യത്തിന് ലഭിച്ചു. മൗലികതയും നർമ്മവും കൂട്ടിച്ചേർത്ത വെട്ടിത്തിളക്കമാണ് ബഷീർ കൃതികളുടെ മുഖമുദ്ര. മലയാള സാഹിത്യത്തിലെ അത്യപൂർവ പ്രതിഭാസമായി ബഷീർ മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ആഖ്യയും ആഖ്യാതവും തേടിപ്പോകുന്ന പണ്ഡിത മൗഢ്യത്തെ പരിഹസിക്കുന്ന ബഷീർ ജീവിതത്തെക്കാൾ വലിയൊരു വ്യാഖ്യാനമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഷീർ മലയാള സാഹിത്യത്തിൽ ഉദാത്ത ശോഭയോടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ്. 1908 ജനുവരി 20 തലയോലപ്പറമ്പാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അബ്ദുറഹിമാനും കുഞ്ഞാച്ചുമ്മയും ആയിരുന്നു മാതാപിതാക്കൾ. പിന്നീട് കോഴിക്കോട് ബേപ്പൂരിലേക്ക് അദ്ദേഹം താമസം മാറ്റി. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. ഗാന്ധിജിയെ തൊട്ടു എന്ന പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ ഒരു തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘത്തിന്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ. പ്രഭ എന്ന തൂലികാനാമവുമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഈ വാരിക പിന്നീട് കണ്ടുകെട്ടി. തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയിലൊട്ടാകെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഈ അനുഭവമാണ് ബാല്യകാല സഖിയിലെ മജീദിന്റെ ബാപ്പയെ കൊണ്ട് പറയിപ്പിക്കുന്നതും. പോടാ പോ, നീ രാജ്യമൊക്കെ ചുറ്റി ഒന്ന് പഠിച്ചിട്ട് വാ,
എന്ന വാപ്പയുടെ ഉപദേശം സ്വജീവിതത്തിൽ പകർത്തിയ അനുഭവസമ്പന്നനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നിസ്സംശയം പറയാം. ഉത്തരേന്ത്യയിലെ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ അദ്ദേഹം ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം, ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരയും അദ്ദേഹം നേരിട്ട് കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യമെന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാളത്തിൽ വിരളമാണെന്നും പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിലുണ്ട്. നാടുവിട്ടുപോയ കഥാകാരൻ 1940-ൽ അളവറ്റ അറിവും പക്വതയുമായി തിരിച്ചെത്തി. തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭവും 1942-ലെ കത്തിജ്വലിച്ചു എന്ന ക്വിറ്റ് ഇന്ത്യ സമരവും അദ്ദേഹത്തെ വീണ്ടും ജയിലിലെത്തിച്ചു. 1942-ൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോഴാണ് പ്രേമലേഖനം രചിക്കുന്നത്. പ്രേമലേഖനത്തിലെ ഏതാനും വരികൾ ശ്രദ്ധിക്കുക. സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? കേശവൻ നായർ പിറ്റേ ദിവസം ചോദിച്ചു. മധുരസുന്ദരമായി, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേന്ന് കേശവൻ നായർ ചോദിച്ചില്ല. അയാൾ പ്രഖ്യാപനം ചെയ്തു, ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഇനി ജീവിച്ചിട്ടെന്ത് കാര്യം? ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള മതമൈത്രിയുടെ കഥയായി പ്രേമലേഖനത്തെ കാണാം. പൂർവ മാതൃകകളെയോ കടം കൊണ്ട സിദ്ധാന്തങ്ങളെയോ അനുകരിക്കാത്ത സ്വസിദ്ധമായ ഭാഷയിൽ സ്വന്തം അനുഭവങ്ങളുടെ കഥയാണ് ബഷീർ പച്ചയായി പറഞ്ഞത്. അദ്ദേഹത്തിന് ജീവിതമാണ് വിഷയവും കഥാപാത്രവും. തകർന്നടിഞ്ഞ തറവാട്ടുകാർ ഗതകാല പ്രതാപത്തെക്കുറിച്ച് അയവിറക്കി ഡമ്പ് നടിക്കുന്നതിനെ പരിഹാസത്തോടൊപ്പം വേദന നിറഞ്ഞ സ്വരത്തിൽ വർണ്ണിക്കാനുള്ള ബഷീറിന്റെ കഴിവ് അത്ഭുതകരമാണ്. ആന ഉണ്ടാർന്ന തറവാട്ടിലെ കാരണവത്തിയായതിനാൽ പട്ടിണിയാണെങ്കിലും മെതിയടിമേൽ തത്തിത്തത്തി നടക്കുന്ന ഉമ്മയെ മകൾ കുഞ്ഞുപാത്തുമ്മ കളിയാക്കുന്നു. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിൽ അത് കുയ്യാനെ ആയിരുന്നു എന്ന മകളുടെ പരിഹാസം ഒരു മുഴുത്ത ചിരിക്ക് വക നൽകുന്നുണ്ട്. 1951-ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ജീവിത നിഴൽപ്പാടുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, പാത്തുമ്മയുടെ ആട്, പൂവൻപഴം, മതിലുകൾ തുടങ്ങിയ കഥകളിലെല്ലാം ഈ ലോകത്തിൻ്റെ നഗ്നമായ ചിത്രം വരച്ചു കാട്ടി നമ്മെ സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകത്തേക്ക് കഥയുടെ സുൽത്താൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. 1958-ൽ ചെറുവണ്ണൂരിലെ കോയാക്കുട്ടിയുടെ മൂത്ത മകൾ ഫാത്തിമ ഭാബിയെ അദ്ദേഹം നിക്കാഹ് കഴിച്ചു. ഇക്കാലത്തെ സാഹിത്യ സംഭാവനയിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട്. 1962-ൽ ഭാര്യാഗൃഹത്തിനടുത്ത് ബേപ്പൂരിലൊരു പഴയ വീട് വാങ്ങി താമസമാക്കിയതും ബേപ്പൂർ സുൽത്താനായി അറിയപ്പെട്ടതും അങ്ങനെയാണ്. ബേപ്പൂർ സുൽത്താന്റെ കഥകളിലെ സ്ഥായി ഭാവം മനുഷ്യസ്നേഹമാണ്. നർമ്മബോധം ബഷീറിന്റെ കൂടപ്പിറപ്പാണ്. അതിനാലാണ് കഥാപാത്രങ്ങൾക്ക് നാമകരണം നടത്തുമ്പോൾ ചില വിശേഷണങ്ങളും നൽകി വരുന്നത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാരി മമ്മുഞ്ഞു തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ബഷീറിന്റെ കഥകളിലെ വില്ലൻ ദാരിദ്ര്യമാണ്. അത് ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയുന്നു. പല പ്രതിഭാശാലികളെയും വളർത്തി വലുതാക്കിയിട്ടുള്ളതും ദാരിദ്ര്യമാണ്. കുട്ടികളും കോഴികളും പൂച്ചകളും നിറഞ്ഞ ഒരു വീട്, കപ്പപ്പുട്ടും കട്ടൻ കാപ്പിയും നൽകുന്ന സ്വാദ്, ചാമ്പമരത്തിൽ നോട്ടമിട്ട പെൺകുട്ടികൾ, നിർബന്ധക്കാരനും വാശി പിടിക്കുന്നവരുമായ സഹോദരൻ,
പണത്തിൽ എപ്പോഴും നോട്ടമുള്ള ഉമ്മ, ആടിനെ കട്ടുകറക്കാൻ അവസരം നൽകാത്ത സഹോദരി, ഇതെല്ലാം നാം ചുറ്റും കാണുന്ന ഇത്തരം കാഴ്ചകൾ നക്ഷത്രശോഭയുള്ള അക്ഷരങ്ങളിൽ കൂടി പ്രതിഭാധനായ കഥാകാരൻ എഴുതിയെന്ന് മാത്രം. ധീരനായ സ്വാതന്ത്ര്യസമര സേനാനി, സരസനായ സംഭാഷണ ചതുരൻ, കൃതകസ്ഥനായ കഥാകാരൻ, ഹൃദയാലുവായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ നവോത്ഥാന കേരളം കണ്ട അപൂർവ പ്രതിഭാസമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് തീർത്തു പറയാം. നോവൽ, കഥകൾ, തിരക്കഥ തുടങ്ങി സാഹിത്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും പ്രതിഭ തെളിച്ച അദ്ദേഹത്തെ തേടി നിരവധി ബഹുമതികളാണ് എത്തിയിട്ടുള്ളത്. വിസ്താര ഭയത്താൽ അവയെല്ലാം ഒഴിവാക്കുന്നു. മരണം വരെയും ഒരു സാധാരണ നാട്ടുമനുഷ്യനായി ജീവിച്ച സാധാരണക്കാരനിലെ അസാധാരണമായ സർഗവൈഭവം 1994 ജൂലൈ 5 നമ്മോട് വിട പറഞ്ഞത്.